നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎയിലെ അൽഖൂസ് വ്യവസായ മേഖലയിൽ വൻ അഗ്നിബാധ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. പ്രവാസി മലയാളിയുടേതടക്കം 8ഓളം വെയർഹൌസുകൾ കത്തി നശിച്ചു. ആർക്കും തന്നെ പരിക്കില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം. വൻ നാശനഷ്ടം കണക്കാക്കുന്നു. കഴിഞ്ഞ രാവിലെ 11:09 അഗ്നിബാധ ആരംഭിച്ചത്. ഡുൽക്കോ കമ്പനിയുടെ വെയർഹൌസിന് പുറകുവശത്തെ രാസപദാർത്ഥങ്ങൾ സൂക്ഷിച്ച വെയർഹൌസിൽ നിന്ന് ആദ്യം കനത്ത പുക പുറത്തു വരികയും പിന്നീട് തീനാളമുയരുകയുമായിരുന്നു. അടുത്തടുത്തായി ഒട്ടേറെ വെയർഹൌസുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമായതിനാൽ തന്നെ അവയ്ക്കും തീ പിടിക്കുകയായിരുന്നു. മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള GTI ഇന്റീരിയൽ എന്ന വെയർഹൌസാണ് അഗ്നിബാധയിൽ കത്തി നശിച്ചത്. ഇന്റീരിയൽ ഡെക്കറേഷനുമായി ബന്ധപ്പെട്ട വിലപിടിപ്പുള്ള വസ്തുക്കളാണ് ഇവിടെ സൂക്ഷിച്ചത്. മറ്റൊരു വെയർഹൌസിലുണ്ടായിരുന്ന 7 ജീപ്പ് വ്രാംഗ്ലറുകൾ തീപിടുത്തത്തിൽ ചാമ്പലായി. ഉടൻ സ്ഥലത്തെത്തിയ സിവിൽ ഡിഫൻസ് വിഭാഗം തീ നിയന്ത്രണ വിധേയമാക്കിയതിനാൽ തന്നെ കൂടുതൽ വെയർഹൌസുകളിലേക്ക് വ്യാപിച്ചില്ല. ഇവിടെ നിന്ന് ഉയരുന്ന കറുത്ത പുക വളരെ അകലേക്ക് പോലും ദൃശ്യമായിരുന്നു. മലയാളികളടക്കം ഒട്ടേറെ പേർ വിവിധ വെയർഹൌസുകളിലായി ജോലി ചെയ്തു വരികയായിരുന്നു. അതേസമയം അഗ്നിക്കിരയായ തുർക്കിഷ് കമ്പനി ഓട്ടോസ്റ്റോം വെയർഹൌസിൽ നിലനിർത്തിയിട്ടിരുന്ന വിലപിടിപ്പുള്ള കാരവനുകളിലൊന്ന് ഇവിടെ സെയിൽസ് ആൻഡ് ഓപ്പറേഷൻ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന മലയാളി അനീഷാണ് കൃത്യസമയത്ത് പുറത്തേക്കെടുത്ത് തീയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. മറ്റൊരെണ്ണം അഗ്നി പൂർണ്ണമായും വിഴുങ്ങിയോ എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന് അനീഷ് ഒരു പ്രമുഖ ചാനലിനോട് വ്യക്തമാക്കി. രാവിലെ 10 ഓഫീസിലെത്തിയ അനീഷ് 11ഓടെ പുകമണത്തിനെ തുടർന്ന് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് തൊട്ടടുത്ത വെയർഹൌസിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടത് തന്നെ. പിന്നീടത് വൻ അഗ്നിയായി വെയർഹൌസുകളെ വിഴുങ്ങുന്നത് നോക്കി നിൽക്കാനേ സാധിച്ചുള്ളൂ എന്നും അദ്ദേഹം പറയുന്നു. ഓട്ടോസ്റ്റോം പൂർണ്ണമായും കത്തി നശിച്ചു. തങ്ങൾക്ക് മാത്രം ലക്ഷക്കണക്കിന് ദിർഹത്തിന്റെ നഷ്ടമുണ്ടാകുമെന്ന് അനീഷ് വ്യക്തമാക്കിയിരിക്കുന്നു. സംഭവ സ്ഥലത്ത് പോലീസ് നിറഞ്ഞതിനാൽ ആരെയും ആ ഭാഗത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.